ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് +1 പരീക്ഷയിൽ എന്തായാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ബയോഡാറ്റ എഴുതാൻ അല്ലേ. ബയോഡാറ്റയ്ക്ക് എന്താ അറബിയിൽ പറയാം? ബയാനത്ത് ഷഖ്സിയ എന്നാണ് പറയില്ല, ബയോഡാറ്റ അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഇത് വരിക? ഇത് ഇങ്ങനെ നല്ല വൃത്തിയിൽ ബോക്സൊക്കെ വരച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ എഴുതേണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെ ചോദിക്കാം? നമുക്ക് ചോദിക്കലും ചിലപ്പോൾ നമ്മോട് പറയും, നിങ്ങളൊരു കൂട്ടുകാരൻ ചിലപ്പോൾ പേര് വരെ കൊടുക്കും, ഇർഫാൻ്റെ. നിങ്ങൾ എന്ത് ചെയ്യണം, അവൻ്റെ ഈ ബയോഡാറ്റ നിങ്ങൾ ഫില്ല് ചെയ്യാമെന്ന് പറയും ചിലപ്പോൾ. അതല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒരു കുട്ടിയെക്കുറിച്ച് തരും, ഇത് നിങ്ങൾ അതിൽ നിന്ന് ഈ ബയോഡാറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമുക്ക് ആകെ ഇതിൽ അറിയേണ്ടത് എന്താണ്, ഈ ഭാഗത്ത് കൊടുത്ത ഈ വാക്കുകൾക്ക് എന്താണ് അതിൻ്റെ മീനിങ് നമുക്ക് അറിഞ്ഞാൽ മതി. അത് ഒന്നെങ്കിൽ ഉത്തരം നമുക്ക് സ്വന്തമായിട്ട് എഴുതിണ്ടാക്കാം, അതല്ലെങ്കിൽ പാരാഗ്രാഫിൽ നിന്ന് നോക്കി എഴുതിണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ ബയോഡാറ്റ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബയോഡാറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ ബയോ ഷഖ്സിയ എന്ന് കണ്ടെത്താൻ നമ്മൾ ഇത് ഹെഡിങ് ആക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് വൃത്തിയിൽ വരക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്താ വരിക? ഇസ്മുൽ കാമിൽ. ഇത് അറിയാത്തൊരു മനസ്സിലാക്കി വെക്കണം. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം, പേര് എന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, താരീഖ് എന്ന് പറഞ്ഞ ഡേറ്റ് എന്നാണ്, മീലാദ് ജനിച്ചത്, ജനനം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച തീയതി. ഇവിടെ നിങ്ങൾ എഴുതുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാണ് തെറ്റാണ് ചെക്ക് ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ, നിങ്ങളിവിടെ എഴുതിക്കണമെന്ന് നോക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ വേണ്ടത്? താരീഖുൽ മീലാദ് എന്ന് കണ്ടാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മളെ മൈൻഡിൽ വേണം. ഓക്കെ, ഇനി ഉൻവാൻ, അഡ്രസ്സിന് ഇവിടെ അറബിയിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്ത് വെച്ചാൽ മതി. അഡ്രസ്സ് ഇവിടെ ചെക്ക് ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. ആ ഉൻവാൻ എന്നുള്ളത് നിങ്ങൾക്ക് അഡ്രസ്സാണോ എന്ന് മനസ്സിലാക്കണമെന്ന് എക്സാമിൽ ചെക്ക് ചെയ്യുള്ളൂ. ഇസ്മ്, പേര്. ഇസ്മുൽ വാലിദ്, ഉപ്പാന്റെ പേര്, ഫാദേഴ്സ് നെയിം. മിഹിനത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ, ജോബ് അല്ലേ. ഇനി ഇവിടെ ശരിയായ ജോബ് വേണമെന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ്, ഫോർ എക്സാമ്പിൾ മുദരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപകൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ജോലിൻ്റെ പേര് നിങ്ങളോട് പഠിച്ചു പോവുക. ആ ഉപ്പാക്ക് ഈ ജോലിയാണെന്ന് ഇവിടെ ആരും ചെക്ക് ചെയ്യുക. അവിടെ ജോലി ഉണ്ടോ, ജോലി എഴുതിക്കണമെന്ന് നോക്കുള്ളൂ. ഓക്കെ, ഇസ്മുൽ വാലിദത്ത്, വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ, ഇസ്മു ഉമ്മാൻ്റെ പേര്. അപ്പോൾ അവിടെ മിഹിനത്ത് ചോദിച്ചിട്ടുണ്ടാവും. മിഹിനത്ത് ജോബ്. അവിടെ ജോലി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും ഇതപ്പോൾ പിന്നെ ഡോക്ടർക്ക് അറബിയിൽ പറയാം തൊബീബ് എന്നാണ് അല്ലേ. പെണ്ണാവും തൊബീബത്ത് എന്ന് എഴുതേണ്ടി വരും. തൊബീബത്തുൻ, ഡോക്ടർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ 2-3 എണ്ണങ്ങളോട് പഠിച്ചു പോവുക. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതാണ്ട് എഴുതിയാൽ മതി, പ്രശ്നമാക്കണ്ട. ഇനി റക്കമുൽ ഹാത്തിഫ്, ഫോൺ നമ്പർ, അത് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും നമ്പർ എഴുതി വെക്കാം. ഹിവായത്ത്, ഹോബി നമുക്കറിയോ? ഹോബി ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളി, ആരെഞ്ഞ് ഹോബി ചോദിച്ചാൽ നിങ്ങൾ ഖിറാത്ത്, വായന എന്ന് എഴുതിക്കോളി. അപ്പം കുഴപ്പമില്ല, അവിടെ ഇത് നിങ്ങൾ ഉണ്ടോയെന്ന് നോക്കുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഉമ്നിയത്ത്, ആഗ്രഹം. എന്താണ് അവൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആരെക്കുറിച്ച് ബയോഡാറ്റ തയ്യാറാണ്, അയാൾ എന്താണ് ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അത് ഫിക്സ് ആയി സാധനം പഠിച്ചു പോവാം. ഫോർ എക്സാമ്പിൾ മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ എന്നാണ്. മുഹന്ദിസ്, എഞ്ചിനീയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനമൊക്കെ പഠിച്ചു പോയിട്ട് ഇതന്നെ ഏത് ബയോഡാറ്റ ചോദിച്ചാലും എഴുതാം. കാരണം എന്താണ്, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ ഡാറ്റ എഴുതിക്കണം നോക്കുള്ളൂ. ഇവിടുത്തെ എഴുതിയ ഡാറ്റ ശരിയാണോ തെറ്റാണെന്ന് എന്ത് ചെയ്യില്ല, അത് ചെക്ക് ചെയ്യൂലാണ്. അതിൻ്റെ പർപ്പസ് അതല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാനുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ ഫിക്സഡായി പഠിച്ചു പോവുക, അതല്ലെങ്കിൽ അവിടെ ഉണ്ടാവും, നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ പാരഗ്രാഫിൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താണ് അറിയേണ്ടത്? ബയോഡാറ്റ ചോദിച്ചാൽ ഹെഡിങ് എഴുതിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇതിൻ്റെയൊക്കെ മീനിങ് ഞാനൊന്ന് മനസ്സിലാക്കി വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കണ്ടിട്ട് ചില ആളുകൾ കിട്ടാത്തവരൊക്കെ നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബയോഡാറ്റ നമ്മൾ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. 6 മാർക്കിനൊക്കെ എന്തെങ്കിലും ചോദിക്കുക. 6 മാർക്ക് ഒരു കാരണവശാലും നമുക്ക് മിസ്സാവരുത്. ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മനസ്സിലാത്തവരൊന്നുകൂടി കണ്ടു നോക്കാം കേട്ടോ. സെറ്റല്ലേ? അസ്സലാമു അലൈക്കും.